അപ്പം അതുപോലെ പത്രവാർത്തകളുടെ വിശകലനവും അവലോകനങ്ങളും ഒക്കെയായിട്ട് പത്രവാർത്തകളെ ഇഴകീറി പരിശോധിക്കാൻ നമ്മുടെ ശ്രീജിത്ത് ബാലകൃഷ്ണൻ റെഡിയാണ്. ശ്രീജിത്ത് ബാലകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. എന്നെ നിങ്ങൾ നിരാശപ്പെട്ടു. ഞാൻ വിചാരിച്ചു ഇപ്പോൾ കറുപ്പൊക്കെ അണിഞ്ഞ് ഒരു എമ്പുരാൻ മൂഡിലൊക്കെ വന്ന് നിൽക്കുമെന്ന്. സേതു, ഞാൻ ഇന്നലെയായിരുന്നു എമ്പുരാൻ മൂഡ്. ഇന്നലെ എമ്പുരാൻ മൂഡ് ആവേശിച്ചു കഴിഞ്ഞു. ഇന്ന് സ്വാഭാവികമായിട്ട് പിന്നെ എമ്പുരാനാണല്ലോ, എല്ലാവരും എമ്പുരാണ്, ഞാനും എമ്പുരാനാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹലോ മലയാളവും ഇന്ന് മൊത്തത്തിലൊരു എമ്പുരാൻ മൂഡിലാണ്. പക്ഷെ നമുക്ക് പത്രവാർത്തകൾ അറിഞ്ഞേ മതിയാവുകയുള്ളൂ. തുടങ്ങിയാലോ? തീർച്ചയായും. സേതു പറഞ്ഞ പോലെ തന്നെയാണ് മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ റിലീസ് ദിവസമാണെന്ന്. രാവിലെ പത്രം വായിക്കുന്നവർ പലരും തിയേറ്ററിലാകാനാണ് സാധ്യത. എന്തായാലും വൻ വരവേൽപ്പോടെ എമ്പുരാൻ റിലീസ് ആഘോഷം നടക്കുമ്പോൾ നമുക്ക് വേഗം പത്രങ്ങളിലൊക്കെ ഒന്ന് പോയി വരാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇന്നലെ ഉണ്ടായ സംഭവങ്ങളിലൊന്ന്, അത് ഞാൻ ഒരു പത്രങ്ങളിൽ അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ വായിച്ചുകൊണ്ട് തന്നെ തുടങ്ങാം. കറുപ്പിനോട് എന്തിനാണ് ഇത്രയും നിന്ദ എന്ന് കേരളത്തിലെ ഏറ്റവും ഉന്നതമായ ഉദ്യോഗ കസേരയിലിരിക്കുന്ന അതിപ്രഗത്ഭയായ ഭരണാധികാരിയുടെ ചോദ്യം മലയാളിയുടെ ഹൃദയത്തിൽ തറച്ച ദിവസമായിരുന്നു ഇന്നലെ. അതുതന്നെയായിരുന്നു ഇന്നത്തെയും എല്ലാ പത്രങ്ങളുടെയും പ്രധാന വാർത്തകൾ. കേരളകൗമുദിയാണ് അക്കാര്യത്തിൽ ഒരു പടി മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പത്രത്തെ പറഞ്ഞുകൊണ്ട് പോകാം. കേരളകൗമുദി നിറമില്ലാത്ത ഒന്നാം പേജാണ് ഇന്ന് ഇറക്കിയിട്ടുള്ളത്. അതായത് കളർ പേജ് അല്ല, നിറമില്ലാത്തതാണ് ഒന്നാം പേജ്. ശാരദാ മുരളീധരന് പിന്തുണ നൽകിക്കൊണ്ടാണത്. അവരുടെ ചീഫ് എഡിറ്ററുടെ ലേഖനമൊക്കെ അതിൽ വന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനം, ഈ കേരളകൗമുദി ഒന്നാം പേജ് കളറില്ലാതെ നിറമില്ലാതെ കൊടുക്കുമ്പോൾ എനിക്ക് മുൻപ് ഓർമ്മ വരുന്നത് മാതൃഭൂമി. ഇതിനു മുമ്പ് RLV രാമകൃഷ്ണനെ കലാമണ്ഡലം സത്യഭാമ ഈ നിറത്തിൻ്റെ പേരിൽ അധിക്ഷേപിച്ചപ്പോൾ മാതൃഭൂമി അന്ന് നിറമില്ലാത്ത ഒന്നാം പേജ് നൽകി RLV രാമകൃഷ്ണന് പിന്തുണ നൽകിയിരുന്നു. അതേ സമാനമായ സാഹചര്യത്തിലേക്കാണ്, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു മാനസികാവസ്ഥ എങ്ങനെയാണ് എന്നാണ് പത്രങ്ങൾ ഇന്ന് വളരെ വിശദമായി പറയുന്നത്. കേരളകൗമുദി ഒന്നാം പേജ് കറുപ്പിൽ അഗ്നി തെളിച്ച് ചീഫ് സെക്രട്ടറി ശാരദ എന്നുള്ളതാണ് ഒന്നാം പേജിലെ വാർത്ത. കേരളകൗമുദി സല്യൂട്ട് എന്നും പറയുന്നുണ്ട്. പത്രം നിറമില്ലാതെ തന്നെയാണ് വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ എഡിറ്റ് പേജിൽ വളരെ വിശദമായി അതിമനോഹരമായി വിശദമായും ആ വാർത്തയുടെ സമഗ്രമായ അവലോകനമുണ്ട്. അത് പല ആളുകളുടെയും, അതായത് S. ശാരദക്കുട്ടി, T. പത്മനാഭൻ, CV ബാലകൃഷ്ണൻ അങ്ങനെ അടക്കമുള്ള കേരളത്തിലെ പ്രമുഖരായ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ ആളുകളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടാണ് എഡിറ്റോറിയൽ പേജ് 6-ാം പേജ് കേരളകൗമുദി കൊണ്ടുവന്നിട്ടുള്ളത്. അവരുടെ എഡിറ്റോറിയൽ പേജിൽ സ്നേഹത്താലാണ് മനുഷ്യനാകേണ്ടത് എന്നൊരു എഡിറ്റോറിയൽ കൂടി അവർ എഴുതി വെക്കുന്നുണ്ട്. എന്തായാലും ആ എല്ലാ പത്രങ്ങളിലേക്കും പോകേണ്ടതുണ്ട്. അതുകൊണ്ട് മാതൃഭൂമി ഞാൻ നേരത്തെ പറഞ്ഞു, RLV രാമകൃഷ്ണനെ കലാമണ്ഡല സത്യഭാമ മുമ്പ് നിറത്തിൻ്റെ പേരിൽ അധിക്ഷേപിച്ചപ്പോൾ മാതൃഭൂമി അന്ന് ഒന്നാം പേജ് നിറമില്ലാതെ ഇറക്കിയിരുന്നു. ഇന്നും ഏതാണ്ട് അതേയും അതിമനോഹരമായ ഒന്നാം പേജ് വലിയ രൂപത്തിലുള്ള അഭിവാദ്യമാണ് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന് നൽകുന്നത്. കറുപ്പിന് എന്താണ് ഈ കുറ്റം? നേരത്തെ ഞാൻ സൂചിപ്പിച്ച അതേ വാചകം എടുത്തുകൊണ്ട് തന്നെ ചീഫ് സെക്രട്ടറിയുടെ കുറിപ്പ് സമൂഹം ഏറ്റെടുത്തു. ആ കുറിപ്പ് വളരെ മനോഹരമായി ഒന്നാം പേജിൽ ലേ ഔട്ട് ചെയ്തിട്ടുണ്ട്. ശാരദാ മുരളീധരനെ അതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ലേഖനങ്ങളും, അതായത് ശാരദാ മുരളീധരൻ ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. അത് അതേപടി തന്നെ ഒന്നാം പേജിൽ കൊടുക്കാൻ മാതൃഭൂമി ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒപ്പം മാതൃഭൂമിയും അവരുടെ ഉൾപേജിൽ വളരെ വിശദമായി ശാരദാ മുരളീധരനുമായി ബന്ധപ്പെട്ട ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്ത്രീ, അവരുടെ 6-ാം പേജിൽ എഡിറ്റോറിയൽ പേജിൽ സ്ത്രീ, കറുത്ത സ്ത്രീ അതാണ് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് തലക്കെട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് അവരുമായി അവരുടെ മാതൃഭൂമിയുടെ പ്രതിനിധി സംസാരിച്ചത് വളരെ വിശദമായി. കറുപ്പ് വെറുമൊരു നിറം മാത്രമല്ല എന്ന രൂപത്തിലുള്ള വലിയ ലേഖനം അവരും എഴുതിയിട്ടുണ്ട്. ശാരദയുടെ വേദന നമ്മെ ലജ്ജിപ്പിക്കണം എന്ന് പറയുന്ന എഡിറ്റോറിയലും എഴുതിയിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് മറ്റ് പത്രങ്ങളെല്ലാം അത് കൊണ്ടുവന്നിട്ടുണ്ട് ഒന്നാം പേജിലേക്ക്. മനോരമ ഒന്നാം പേജിൽ കറുപ്പിൽ അഭിമാനം എന്ന രൂപത്തിൽ, കറുപ്പിനെന്താ കുഴപ്പം, കറുപ്പിൽ അഭിമാനം എന്ന രൂപത്തിൽ ശാരദാ മുരളീധരനെ പിന്തുണച്ച് കേരളം എന്ന രൂപത്തിൽ എല്ലാ പത്രങ്ങളും മാധ്യമവും ഒക്കെ. അതിൽ ദേശാഭിമാനി മാത്രമാണ് ഒരുപക്ഷെ സർക്കാർ പത്രമായതുകൊണ്ടാണ്, അല്ലെങ്കിൽ സർക്കാരിൻ്റെ പാർട്ടിയുടെ പത്രമായതുകൊണ്ടാണെന്നറിയില്ല, അവരുടെ ചീഫ് സെക്രട്ടറിയുടെ വാർത്ത അല്ലെങ്കിൽ അവരുടെ ചീഫ് സെക്രട്ടറിക്ക് ഒരു അനുഭാവം അർപ്പിക്കുന്ന രൂപത്തിലുള്ള ആ വാർത്തയെ കൊണ്ടുവന്നില്ല. ഉൾപേജിലാണ് ചെറിയ രൂപത്തിൽ മാത്രമാണ് ദേശാഭിമാനി ആ വാർത്ത കൊടുത്തിട്ടുള്ളത്. മറ്റു പത്രങ്ങളെല്ലാവരും ഒന്നാം പേജിൽ വളരെ നന്നായി ആ വാർത്ത കൊടുത്തു. കേരളം ശ്രദ്ധിക്കേണ്ടതാണ് ആ വാർത്ത, അല്ലെങ്കിൽ ആ രൂപത്തിൽ തന്നെയാണ് പത്രങ്ങൾ നൽകിയിട്ടുള്ളതെന്ന് വേണം കാണാൻ. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്യുകയും പിന്നീട് ചർച്ച ചെയ്യപ്പെടാതെയും പോയ ഒരു വാർത്തയാണ് അലഹബാദ് ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ടാണ്. അലഹബാദ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഒരു വിവാദമായ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കോടതിയും ആരും പറയാൻ പാടില്ലാത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് അലഹബാദ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. അതായത് സ്ത്രീകളുടെ മാരടത്തിൽ സ്പർശിക്കുന്നത് ബലാത്സംഗ ശ്രമം അല്ലെന്ന് അതായിരുന്നു ആ ഉത്തരവ് അലഹബാദ് ഹൈക്കോടതി. ഞാൻ ഈ പറയുമ്പോൾ തന്നെ അതിലുണ്ട് അതിൻ്റെ വസ്തുത എന്താണെന്നുള്ളത്. ആ വസ്തുതയെ കീറി മുറിച്ച് കളയുകയാണ് സുപ്രീം കോടതി ഇന്നലെ ചെയ്തത്. അത് അലഹബാദ് ജഡ്ജിയുടേത് മനുഷ്യത്വരഹിത നിരീക്ഷണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. അത് ഒന്നാം പേജിൽ കൊടുക്കാൻ എല്ലാ പത്രങ്ങളും ശ്രമിച്ചിട്ടുണ്ട്. അത് ഒന്നാം പേജിൽ തന്നെ വരേണ്ടതാണ്. ഒരുപക്ഷെ ഈ
ശാരദാ മുരളീധരൻ്റെ വാർത്ത ഇല്ലായിരുന്നുവെങ്കിൽ ഒന്നാം പേജിൽ ഏറ്റവും വലിയ വാർത്തയായി മാറേണ്ടതാണ്. പെൺകുട്ടിയുടെ മാരടത്തിൽ സ്പർശിച്ചതും പൈജാമ ചരട് പൊട്ടിച്ചതും ബലാത്സംഗ ശ്രമമല്ലെന്ന അലഹബാദ് ഹൈക്കോടതിയുടെ ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു എന്നുള്ളതാണ് വളരെ ഗൗരവമുള്ള വിഷയമെന്നും സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അത് ഒന്നാം പേജിൽ നൽകാൻ എല്ലാ പത്രങ്ങളും ശ്രമിച്ചിട്ടുണ്ട്. മാധ്യമം ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. മാധ്യമം വളരെ വിശദമായി തന്നെയാണ് മനുഷ്യത്വമില്ലാത്ത ജഡ്ജി എന്ന കോട്ടിലാണ് അത് മാധ്യമം കൊടുത്തിട്ടുള്ളത്. ബേലയുടെ ബെഞ്ച് തള്ളി, ഗവായിയുടെ ബെഞ്ച് ഇടപെട്ടു. അതായത് ജഡ്ജിമാരുടെ പേരടക്കമാണ് ഏത് ജഡ്ജിയാണ് അത് പറഞ്ഞത് എന്നുകൂടി മാധ്യമവും പറഞ്ഞു വെക്കുന്നുണ്ട്. അത് മാത്രമല്ല മനോരമയ്ക്ക് ഒന്നാം പേജിൽ എനിക്ക് തോന്നുന്നു പരസ്യത്തിൻ്റെ ഒരു ആധിക്യം ഉള്ളതുകൊണ്ടായിരിക്കും ഒന്നാം പേജിൽ കൊടുക്കാൻ പറ്റില്ല. പക്ഷേ 9-ാം പേജിൽ അവരും ആ വാർത്ത നൽകിയിട്ടുണ്ട്. ഈ അലഹബാദ് ഹൈക്കോടതിയുടെ വിവിധങ്ങളായ വിധികൾ കാലങ്ങളായി നമ്മൾ ചർച്ച ചെയ്ത് പോയിട്ടുള്ളതാണ്. പക്ഷേ ഈ വിധി ബോധമില്ലായ്മ തന്നെയാണ്. അതിനെ പത്രങ്ങളും ആ രൂപത്തിൽ തന്നെ കൈകാര്യം ചെയ്യും. സാധാരണ ഇത്തരം വിധികളെ പത്രങ്ങളൊന്ന് പൊതിഞ്ഞൊക്കെ പറയാൻ ശ്രമിക്കാറുണ്ട്, നാളെ കോടതി ലക്ഷ്യമായാലോ എന്നുള്ള പേടിയിൽ. പക്ഷേ ഈ വിധിയുടെ ഉദ്ദേശ ലക്ഷ്യത്തെ പത്രങ്ങൾ ആ രൂപത്തിൽ തന്നെ കണ്ടിട്ടുണ്ടോ എന്ന് വേണം കാണാൻ. ഞാനും ഒന്ന് ജാഗ്രത പാലിച്ചാണ് കോടതി ആയതുകൊണ്ട്. എന്തായാലും കുഴപ്പമില്ല. മറ്റൊന്ന്, ഈ ഉരുൾപൊട്ടൽ, മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ നമുക്കറിയാം. അതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിൽ നടത്തിപ്പോകുന്ന ചേരിപ്പോരും നമുക്കറിയാവുന്നതാണ്. എന്താണ് അവിടെ ചെയ്യേണ്ടത് എന്ന് കേന്ദ്രത്തിൻ്റെ സഹായമില്ലാതെ ചെയ്യാൻ കഴിയുമെന്നൊക്കെ മുഖ്യമന്ത്രി പലതവണ ആവർത്തിച്ച് പറയുമ്പോഴും ഇന്ന് കേരളകൗമുദിയുടെ ഒന്നാം പേജിൽ ഒരു വാർത്തയുണ്ട്. അത് മറ്റു പത്രങ്ങളും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ഒന്നാം പേജിൽ വന്നുകൊണ്ട് കേരളകൗമുദി തന്നെ വീണ്ടും എടുക്കുകയാണ്. ഉരുളിൽ തകർന്നവരുടെ വായ്പ എഴുതി തള്ളില്ല എന്നാണ് കേരളകൗമുദിയുടെ ഒന്നാം പേജ്. അത് ആരാണ് വായ്പ എഴുതി തള്ളേണ്ടത്? കേന്ദ്രമാണ്. 1 വർഷത്തെ മൊറട്ടോറിയം എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. വായ്പ എഴുതിത്തള്ളില്ല. ആ വാർത്ത ഞാൻ വായിക്കാം. അതിൻ്റെ ഇൻട്രോ: ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടപ്പെട്ട മുണ്ടക്കൈ ചൂരൽമലക്കാരെ കൈയൊഴിഞ്ഞ് കേന്ദ്രം. ഇവരുടെ ബാങ്ക് വായ്പ എഴുതിത്തള്ളില്ല. പകരം 1 വർഷത്തെ മൊറട്ടോറിയം നൽകും. മുതലും പലിശയും പുനഃക്രമീകരിക്കും. ഇതാണ് വാർത്തയായി പറയുന്നത്. മറ്റ് പത്രങ്ങളും ഈ വാർത്ത നൽകാൻ ശ്രമിച്ചിട്ടുണ്ട്. മനോരമ അത് ഒന്നാം പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. വായ്പ എഴുതിത്തള്ളാത്തത് ന്യായമല്ലെന്ന് ഹൈക്കോടതി. അത് കേന്ദ്രത്തോടാണ്. ഈ വായ്പ എഴുതി തള്ളണമെന്നുള്ളത് കേരളത്തിൻ്റെ ഒന്നാകെയുള്ള ആവശ്യമാണ്. അവരുടെ അവസ്ഥ നമുക്കറിയാവുന്നതാണ്. പക്ഷേ കേന്ദ്രം ആ ഒരു നിലപാട് സ്വീകരിക്കുന്നതിനോട് ഹൈക്കോടതി കൂടി ആ വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ്. കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് ഹൈക്കോടതിയും ചെയ്യുന്നത്. മറ്റൊന്ന് നമുക്കറിയാം, ഇന്ന് മുണ്ടക്കയിലും ചൂരൽമലയിലും സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ടൗൺഷിപ്പിന് ഇന്ന് ശിലാസ്ഥാപനമാണ്. ദേശാഭിമാനി അവരുടെ ഒന്നാം പേജിൽ വിരിയും പുതുപുഞ്ചിരി എന്ന രൂപത്തിൽ കൊടുത്തിട്ടുണ്ട്. മനോരമ അവരുടെ 9-ാം പേജിൽ ആ വാർത്ത വളരെ വിശദമായി കൊടുത്തിട്ടുണ്ട്. മാതൃഭൂമി ഒന്നാം പേജിൽ തന്നെയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. ആ നാട് ഇവിടെ പുനർജനിക്കട്ടെ എന്ന് മാതൃഭൂമി പറയുന്നു. ഇന്ന് മുഖ്യമന്ത്രി തറക്കല്ലിടും എന്ന് പറയുന്നു. അതായത് 64 ഹെക്ടറിലെ ടൗൺഷിപ്പിനെ കുറിച്ച് വളരെ വിശദമായി പറയുന്നുണ്ട്. ഒരു പക്ഷേ ഇന്ന് എമ്പുരാൻ റിലീസ് ഇല്ലായിരുന്നുവെങ്കിൽ കേരളം വലിയ രൂപത്തിൽ വലിയ പ്രാധാന്യത്തോടെ ഇന്ന് കണ്ടിരിക്കേണ്ട ഒരു വാർത്ത കൂടിയായിരുന്നു അത്. കാരണം മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതരുടെ അവസ്ഥ, അവർ നേരിട്ട ദുരിതങ്ങൾ നമുക്കറിയാവുന്നതാണ്. അവർക്ക് അനുഭാവം അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് അക്കാര്യത്തിൽ സർക്കാർ നിൽക്കുന്നതെന്നാണ് നാം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വാർത്ത ഇന്ന് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് അത് വലിയ ആഘോഷം തന്നെയാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ലേഖനം പത്രങ്ങളെല്ലാവരും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 8-ാം പേജിൽ, മനോരമ 8-ാം പേജിൽ മുഖ്യമന്ത്രിയുടെ ലേഖനം, കേന്ദ്രം തന്നാലും ഇല്ലെങ്കിലും കേരളം അതിജീവിക്കുമെന്ന് പറഞ്ഞ ലേഖനം അവരുടെ എഡിറ്റോറിയൽ പേജിൽ നൽകിയിട്ടുണ്ട്. ഇന്ന് മറ്റ് പത്രങ്ങൾ ഒരുപക്ഷെ ശാരദാ മുരളീധരനുമായി ബന്ധപ്പെട്ട് അവർക്ക് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് എഡിറ്റോറിയൽ പേജിൽ ലേഖനങ്ങൾ വന്നപ്പോൾ മനോരമ അവരുടെ 8-ാം പേജിൽ എഡിറ്റോറിയൽ പേജിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഈ മുണ്ടക്കൈ ചൂരൽമല നിവാസികളുടെ ഉപജീവന മാർഗ്ഗങ്ങൾ ഉറപ്പുവരുന്നതിനെ സംബന്ധിച്ചൊക്കെയാണ്. പുനർജനി സ്വപ്നങ്ങൾ എന്ന തലക്കെട്ടിൽ ഒരു എഡിറ്റോറിയലും കൂടി മനോരമ എഴുതിയിട്ടുണ്ട്. ഒരുപക്ഷെ മനോരമ കുറച്ച് വ്യത്യസ്തമായതായിരിക്കും എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഇനിയുള്ളത് ഏറ്റവും ശ്രദ്ധേയമായത് ഒരു വാർത്ത കൂടി ഇതിൽ പറയാനുണ്ട്. മാതൃഭൂമി അവരുടെ 8-ാം പേജിൽ, അതായത് സർക്കാരുമായി ബന്ധപ്പെട്ടൊരു വാർത്തയാണ്. ഈ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിലാണ് നമുക്കറിയാം മുൻപ് മാധ്യമപ്രവർത്തകനായിരുന്ന നികേഷ് കുമാർ അടക്കം CPM-ൻ്റെ നേതൃനിരയിലേക്ക് ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ വാർത്ത 8-ാം പേജിൽ അതെങ്ങനെയാണ് നികേഷ് കുമാറിനെയൊക്കെ CPM ഉൾപ്പെടുത്താൻ പോകുന്നതെന്നാണ്. അതായത് നവമാധ്യമങ്ങളിലെ പ്രചാരണത്തിന് പാർട്ടിയിലും സർക്കാരിലും പുതിയ നിയമനം. അത് ശരി ശ്രീജിത്ത്, പത്രവിശേഷങ്ങൾ ഇനിയും ഒരുപാടുണ്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനെന്നറിയാം. പക്ഷേ അതിലും വലിയൊരു വിശേഷത്തിലേക്ക് പോകേണ്ടതുള്ളത് കൊണ്ടാണ് നമുക്ക് നാളെ പ്രസ് സ്റ്റോപ്പുമായിട്ട് വീണ്ടും കണ്ടുപിടാം.